ശ്രീനാഥ്, അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങണം. അമ്മ ഇങ്ങോട്ടില്ല. രാജന്റെയും ബാലന്റെയും ഒക്കെ അനുഗ്രഹം വാങ്ങിക്കുന്നതിന് മുൻപ് മറ്റൊരാളിന്റെ കൂടി അനുഗ്രഹം വാങ്ങണമെന്ന് എനിക്കൊരാഗ്രഹം. ദേ ഷാജ, ഷാജ ഒന്ന് മണ്ഡപത്തിലേക്ക് വരും. ഇല്ല, ഞാൻ ഇവിടെ നിന്നോളാം. ഷാജൻ ഒരാൾ കാരണമാണ് മുഹൂർത്തത്തിന് തന്നെ അമ്മുന്റെ വിവാഹം നടന്നത്. ഇല്ല, അല്ലേ? തീർച്ചയായും എന്റെ കുഞ്ഞുങ്ങൾക്ക് ഷാജന്റെ അനുഗ്രഹം കൂടി വേണം. ഞാൻ പോയി വിളിച്ചിട്ട് മോളെ എന്ന് വിളിക്കും. ചെല്ലേ. എന്റെ ഏട്ടനും ഏട്ടത്തിക്കും ഷാജൻ ചേട്ടന്റെ അനുഗ്രഹം കൂടി വേണം. പ്ലീസ്. വാ വാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു. അമൃതമോളെ, ഓൾ ദ ബെസ്റ്റ്. പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് നന്നായിട്ട് ജീവിക്കാൻ കഴിയട്ടെ രണ്ടാൾക്കും. പൊന്നുപോലെ നോക്കണേ. എന്റെ ശ്രീയേട്ടനെ ഏട്ടത്തിയെ കൈ വെള്ളയിൽ കൊണ്ടു നടക്കും. ഓ ശരി. എന്നാ ഇനി അങ്ങോട്ട് പോവോ? ആയിക്കോട്ടെ. ശരി ശരി, ആയിക്കോട്ടെ. ശരി. താങ്ക്സ്. ശരി, ഇനി അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കും. മോളെ, എന്റെ മോനെ ഞാൻ നിന്നെ ഏൽപ്പിക്കാം. അവന്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഇനി മോള് വേണം ശരിയാക്കി എടുക്കാൻ. അതൊക്കെ ഇനി അമൃത നോക്കിക്കോളൂ. അമ്മയ്ക്കൊരു ടെൻഷനും വേണ്ട. അല്ലേ അമൃത? കരയാതെ മോളെ. കല്യാണം കഴിഞ്ഞ് സ്വന്തം വീടും വീട്ടുകാരെയൊക്കെ വിട്ടിറങ്ങുമ്പോ ആരുടെ ഉള്ളായാലും ഒന്ന് പിടയും. ഞങ്ങളുടെ വീട്ടിലെത്തി 2 ദിവസം കഴിയട്ടെ. അവിടുത്തെ ആളുകളെയും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയമായ ഈ സങ്കടമൊക്കെ തനിയെ മാറും. പിന്നെ ഞങ്ങളെയൊക്കെ വിട്ട് എങ്ങോട്ടും പോകാൻ നിനക്ക് മനസ്സുണ്ടാവില്ല. എന്താ ജോമോനെ, എന്തു പറ്റി? ഒന്നുമില്ല ശ്രീയേട്ടാ, കുഴി കണ്ടില്ല. നീ പതുക്കെ പോയാ മതി കേട്ടോ. ശരി ശ്രീയേട്ടാ. വല്ലാതെ ചൂടെടുക്കുന്നുണ്ടല്ലേ? അതെന്താണെന്നറിയോ, ഈ കാറിൽ AC ഇല്ല. ആ ഗ്ലാസ് കുറച്ച് താത്തിയിട്ട നല്ല കാറ്റ് കിട്ടും. അതല്ല, ഇത് പഴയ വണ്ടിയല്ലേ. ഇപ്പൊ കുറച്ച് ആശ്വാസം ഉണ്ടാവും. അവിടുത്തെ സൗകര്യങ്ങളൊക്കെ കണ്ട് വളർന്ന അമൃതയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ആദ്യമേ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതെനിക്കറിയാം. പക്ഷെ എല്ലാ കാലവും നമ്മളിങ്ങനെ തന്നെ ആയിരിക്കില്ല. കുറച്ച് സമയം മാത്രം മതി. ഓരോന്നായി നമുക്ക് ശരിയാക്കാം. നമ്മളിപ്പോഴല്ലേ ജീവിതം തുടങ്ങുന്നത്. പാവല്ലേ അമ്മേ, ക്ഷീണിച്ചു പോയി കാണും. മോളെ, കേറി വാ.
ഒരു നിമിഷം. വലത് കാല് വെച്ച് കയറണം, അതാ പതിവ്. മോള് ശ്രദ്ധിച്ചു കാണില്ല. വലതുകാല വെച്ച് കയറി വാ മോളെ. അമ്മേ, അവൾ ഇടതുകാല അറിയാതെ വെച്ചതാണോ അതോ മനഃപൂർവ്വം വെച്ചതാണോ എന്ന് ആർക്കറിയാം? അമ്പിളി, നീ ഒന്ന് മിണ്ടാതിരുന്നേ. വാ. വാടി. മോളെ പതുക്കെ, എണ്ണ സാരി വീഴാതെ നോക്കണേ. ദാ ആ കാണുന്ന പീഠത്തിന് മുന്നിൽ വിളക്ക് വെച്ചോളൂ. ഈശ്വര,